മലയാളികൾക്ക് സുപരിചിതനും പ്രിയങ്കരനുമായ കോമഡി താരമാണ് കൊല്ലം സുധി. സുധിയുടെ മരണം ഇപ്പോഴും പലർക്കും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. സുധിയുടെ മരണത്തിന് പിന്നാലെ സുധിയുടെ ഭാര്യ രേണുവിനെ പറ്റി പല അപവാദ പ്രചാരണങ്ങളും നടന്നിരുന്നു. ഇക്കൂട്ടത്തിൽ രേണു വീണ്ടും വിവാഹിതയാകാൻ പോവുകയാണെന്നും സുധിയുടെ മക്കളെ ഉപേക്ഷിക്കും എന്നൊക്കെയുള്ള വാർത്തകളും പുറത്തിറങ്ങിയിരുന്നു. ഇപ്പോഴിതാ തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളോട് പ്രതികരിക്കുകയാണ് രേണു. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രേണു തന്റെ മനസ്സ് തുറന്നത്. സുധി മരിച്ച് ഒരു വർഷം കഴിയും മുൻപേ താൻ മറ്റൊരു വിവാഹം കഴിക്കുമെന്നും സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകനായ കിച്ചുവിനെ അടിച്ചിറക്കുമെന്നും പലരും പറയുന്നത് താൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിലൊക്കെ തനിക്ക് പറയാനുള്ളത് വളരെ കൃത്യമായി രേണു പറയുന്നുണ്ട്. മരിക്കുമ്പോഴും താൻ കൊല്ലം സുധിയുടെ ഭാര്യയായിരിക്കുമെന്നും മറ്റൊരു വിവാഹം കഴിക്കില്ല എന്നുമാണ് രേണു പറയുന്നത്. അത് താനെടുത്ത ഉറച്ച തീരുമാനമാണെന്നും രേണു പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ടെന്നും രേണു പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇതുപോലെ ഒരു പൊതുവേദിയിൽ തുറന്നു പറയാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും രേണു വ്യക്തമാക്കുന്നു. അതേസമയം കുടുംബത്തിലുള്ള ഒരാളും തന്നെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കാറില്ലെന്നും രേണു വ്യക്തമാക്കി. എന്നാൽ സുഹൃത്തുക്കളിൽ ചിലർ വിവാഹത്തിനായി നിർബന്ധിച്ചിട്ടുണ്ടെന്നും രേണു പറയുന്നു. തനിക്ക് ചെറുപ്പമാണെന്നും നല്ല ആലോചനകൾ വന്നാൽ സ്വീകരിച്ച് വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് കൂട്ടുകാരും മറ്റും പറഞ്ഞിരുന്നു. എന്നാൽ തനിക്കിനി ഒരു വിവാഹം ഉണ്ടാകില്ല എന്ന ഉറച്ച തീരുമാനം തന്നെ എടുത്തിരുന്നു. തന്റെ ജീവിതത്തിൽ സുധിക്ക് ഒരു പകരക്കാരൻ ഉണ്ടാകില്ല എന്നും താനിതിപ്പോൾ പരസ്യമായി പറയുകയാണെന്നും രേണു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പിന്നാലെ സുധിയുടെ മകൻ കിച്ചുവും ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുന്നുണ്ട്. തനിക്ക് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നും അമ്മയുടെ ജീവിതമാണെന്നും കിച്ചു പറയുന്നു. അത്തരം കാര്യങ്ങളൊക്കെ അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നും കിച്ചു പറയുന്നുണ്ട്. രേണുവിന്റെ ഇഷ്ടങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നും ഇപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നുമാണ് കിച്ചു പറയുന്നത്. കൊല്ലം സുധിയുടെ സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട് എന്നത്. അത് പൂർത്തിയായി വരികയാണ്. ഇപ്പോൾ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതേക്കുറിച്ചും രേണു അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. സുധിയുടെ സ്വപ്നം പൂവണിയുകയാണെന്നാണ് രേണു പറയുന്നത്. വീടിന്റെ വയറിംഗ് ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4 മാസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാകുമെന്നാണ് കരുതുന്നതെന്നും രേണു കൂട്ടിച്ചേർത്തു. അതേസമയം കൊല്ലം സുധിയുടെ സാന്നിധ്യമില്ലാത്ത ആ വീട് ശൂന്യമായിരിക്കുമെന്നും രേണു പറയുന്നുണ്ട്. ആത്മാവിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് താനെന്നും അതുകൊണ്ട് തന്നെ വീട് പണി പൂർത്തിയായി താമസം തുടങ്ങുന്ന ദിവസം സുധിയുടെ ആത്മാവിന് മോക്ഷം കിട്ടുമെന്നുമാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും രേണു പറഞ്ഞു. അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതെന്നും രേണു പറയുന്നുണ്ട്. അവതാരക ലക്ഷ്മി നക്ഷത്ര സുധിയുമായും കുടുംബവുമായും നല്ല അടുപ്പം സൂക്ഷിച്ചിട്ടുണ്ട്. അഭിമുഖത്തിൽ ലക്ഷ്മി നക്ഷത്രയെക്കുറിച്ചും രേണു സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രേണുവിനും മക്കൾക്കും ഒപ്പമുള്ള ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ വൈറലായിരുന്നു. എന്നാൽ ഇത് വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ചിലർ വിമർശനം ഉന്നയിച്ചു. ചിന്നു എന്ന് വിളിക്കുന്ന ലക്ഷ്മി നക്ഷത്ര എന്നും തങ്ങൾക്കൊരു സഹോദരിയാണെന്നാണ് രേണുവും പറയുന്നത്. സുധി മരിച്ച അന്നു മുതൽ ഇന്ന് വരെ ഒരുപോലെ സ്നേഹവും സഹായങ്ങളും സുധിയുടെ കുടുംബത്തിന് ലക്ഷ്മി നക്ഷത്ര ചെയ്യാറുണ്ട്. ആ സ്നേഹവും കരുതലും ഒരിക്കലും നാടകമല്ല എന്നാണ് രേണു പറയുന്നത്. കോമഡി ഷോകളിലൂടെ താരമായി മാറിയ കൊല്ലം സുധിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തെക്കുറിച്ച് പ്രേക്ഷകർ അടുത്തറിയുന്നത് സ്റ്റാർ മാജിക്കിലൂടെയായിരുന്നു. കഴിഞ്ഞ വർഷം നടന്നൊരു വാഹന അപകടത്തിലാണ് കൊല്ലം സുധി മരണപ്പെടുന്നത്. പിന്നാലെ സുധിയുടെ ഭാര്യ രേണുവിന്റെയും മക്കളുടെയും ജീവിതവും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. തുടർന്ന് സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ വീടിന്റെ നിർമ്മാണത്തിനും മറ്റും സഹായം നൽകി പലരും രംഗത്തെത്തുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.